യുവാക്കൾ ഇനി തൊഴിൽ മോഷണവും വോട്ട് കൊള്ളയും സഹിക്കില്ല. ഇന്ത്യയിൽ വോട്ട് ചോരി നിലനിൽക്കുന്നിടത്തോളം തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നും അത് വോട്ട് ചോരിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാഹുൽ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ട്. സർക്കാർ പൊതുജന വിശ്വാസം നേടി അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്വം എന്നത് യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങളും നൽകുക എന്നതാണ്. എന്നാൽ BJP സത്യസന്ധമായ രീതിയിലൂടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതെന്ന് രാഹുൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വോട്ട് ചോരിയിലൂടെയും സ്ഥാപനങ്ങളെ നിയന്ത്രിച്ചുമെല്ലാമാണ് BJP അധികാരത്തിൽ തുടരുന്നത്. അതുകൊണ്ടാണ് തൊഴിലില്ലായ്മ കഴിഞ്ഞ 45 വർഷത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയത്. തൊഴിലവസരങ്ങൾ കുറയുന്നതായും നിയമന നടപടികളിൽ ക്രമക്കേടുകൾ സംഭവിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഓരോ ചോദ്യപേപ്പർ ചോർച്ചയും ഓരോ നിയമനവും അഴിമതിയും കഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നതും യുവാക്കളുടെ പരിതാപകരമായ അവസ്ഥയെ ഓർത്തിട്ട് തന്നെയാണ്. രാജ്യത്തെ യുവാക്കൾ സ്വപ്നം കാണുന്നതോടൊപ്പം അവരുടെ ഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മോദി തന്റെ PR സെലിബ്രിറ്റികളെ പ്രശംസിക്കൽ, ശതകോടീശ്വരന്മാരുടെ ലാഭം എന്നിവയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യുവാക്കളുടെ പ്രതീക്ഷകൾ തകർക്കുകയും അവരെ നിരാശരാക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ഐഡന്റിറ്റിയായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥ പോരാട്ടം ജോലിക്ക് വേണ്ടി മാത്രമല്ല, വോട്ട് ചോരിക്ക് എതിരെ കൂടിയാണെന്ന് ഇപ്പോൾ യുവാക്കൾക്ക് മനസ്സിലാക്കുന്നുവെന്നും രാഹുലിന് വ്യക്തമാണ്. കാരണം തെരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേടുകൾ സംഭവിക്കുന്നിടത്തോളം കാലം തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നത് സത്യം തന്നെയാണ്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നതും. അല്ലെങ്കിലും ഒരു സർക്കാർ പൊതുജന വിശ്വാസം നേടി അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ പ്രഥമ കടമ എന്നത് യുവാക്കൾക്ക് തൊഴിലും അവസരങ്ങളും നൽകുക എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർന്നിരുന്ന കള്ളന്മാരെ സംരക്ഷിക്കുന്ന പ്രവണത ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ അവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളെ എല്ലാം നിഷ്പ്രയാസം തച്ചുടയ്ക്കുന്നതിന് തുല്യമാണ്. ജനങ്ങളുടെ മനസ്സെന്തെന്ന്, ആര് ഭരിക്കണമെന്ന് വിധി എഴുതേണ്ട ഫലങ്ങളെല്ലാം പലരുടെയും പ്രീണനകൾക്ക് വിധേയമായി മാറി മറിയുക തന്നെയാണ് ചെയ്യുന്നത്.